വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമസ്കാരം എല്ലാവർക്കും. ഞാനിപ്പോൾ ഉള്ളത് ശരിക്കും തുർക്കിയിലെ ഇസ്താംബുളിലാണ്. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടത് കപ്പഡോഷ്യയിലെ കാഴ്ചകളായിരുന്നു. കപ്പഡോഷ്യയിൽ നിന്നും 800 കിലോമീറ്റർ വണ്ടി ഓടിച്ചു ഞാനിവിടെ തുർക്കിയിലെത്തി, ഇസ്താംബുളിലെത്തി. നമ്മുടെ കൂടെ നമ്മുടെ സ്വന്തം സാലിയുണ്ട്. സാലി ഞാൻ ഇവിടെ വന്ന വീഡിയോയിൽ സാലി ഉണ്ടായിരുന്നു, ഇസ്താംബുളിലെ വീഡിയോസിൽ. അപ്പം ശരിക്കും സാലിയാണ് ഞാൻ ഓരോരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ അവിടുത്തെ ഹോട്ടലും കാര്യങ്ങളൊക്കെ എടുക്കാൻ എന്നെ സഹായിച്ചതാണ്. കാരണം ഞാൻ പോയി എടുക്കുമ്പോൾ റേറ്റ് ഡബിൾ ആയിരിക്കും. പക്ഷേ ഇവന് ഇവിടുത്തെ ലാംഗ്വേജ് അറിയുന്നുണ്ടും ഇവർക്കൊരു എന്താ പറയുക ഫാസ്റ്റ് തുർക്കി എന്ന് പറയുന്ന ട്രാവൽ കമ്പനി ഉള്ളതുകൊണ്ടും ഇവനെ ഓരോ ആൾക്കാരെ വിളിച്ച് അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഡിസ്കൗണ്ടിൽ റൂമുകൾ കിട്ടും. അങ്ങനെയാണ് ഞാൻ ശരിക്കും നല്ല ബഡ്ജറ്റ് ഇവിടെ ഒപ്പിക്കുന്നത്. പിന്നെ കഴിഞ്ഞ ദിവസം ഞാനൊരു ലൈവ് ഇട്ടിരുന്നു യൂട്യൂബിൽ. ഒരു 2-3 എപ്പിസോഡ് മുമ്പുള്ള നിങ്ങൾക്ക് കാണാൻ പറ്റും, തിങ്കളാഴ്ച. അത് മനസ്സിൽ തട്ടിയിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്. കാരണം തുർക്കിയിൽ വന്നതിന് ശേഷം ഞാൻ ഒരുപാട് ഹിസ്റ്റോറിക്കൽ പ്ലേസ് കണ്ടു. അത് ഒരുപാട് കാര്യങ്ങൾ കണ്ടപ്പം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഒരുപാട് മാറി, അല്ലെങ്കിൽ നിങ്ങളൊക്കെ പറയുന്നത് ശരിയാണ്, ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ മാറിയിട്ടുണ്ട്. അപ്പം ഇനി അങ്ങോട്ടേക്ക് ഏതായാലും പഴയ പോലെ തന്നെ പോകാനാണ് എൻ്റെ ആഗ്രഹം. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, തെറ്റുകൾ ഏതായാലും എനിക്ക് മനസ്സിലായി. നമുക്ക് തെറ്റുകൾ പറ്റാം, പക്ഷെ നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിനനുസരിച്ച് പെരുമാറണം. എന്നാൽ മാത്രമേ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകാൻ പറ്റും. നമ്മൾ തെറ്റുകാരനാണെങ്കിൽ നമുക്ക് എവിടെയും നമ്മൾ തെറ്റ് ചെയ്തു സോറി എന്ന് പറയാം. ഒരു ഇതും അതിൽ വേണ്ട. ഞാൻ എവിടെയെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അവിടെയൊക്കെ പോയി സോറി പറയുന്നുണ്ട്. പക്ഷേ ഞാൻ ചെയ്യാത്തൊരു തെറ്റ് ഒരാൾ ആരോപിക്കുമ്പോൾ മാത്രമേ ഞാൻ പ്രതികരിക്കാറുള്ളൂ, അല്ലാണ്ട് ഞാൻ ഒരിക്കലും അതിനെ എതിർക്കാൻ നിൽക്കാറില്ല. ഓക്കെ, പോട്ടെ. ഇനിയിപ്പം എന്താ കാണാൻ പോകുന്നത് നമ്മളിന്ന്? ഓക്കെ, നമുക്ക് ഇന്ന് സുൽത്താൻ അഹമ്മദ് ഏരിയ പോവാം. തുർക്കിയുടെ സുൽത്താൻ അഹമ്മദ് എന്താ സംഭവം? അവിടെ നമ്മുടെ തുർക്കിൻ്റെ താജ്മഹൽ, ബ്ലൂ മോസ്ക്, തോപ്കാപ്പ മ്യൂസിയം, ഇൻഷാല്ലാ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ 800 കിലോമീറ്റർ ഓടി വരാൻ എനിക്ക് 6 മണിക്കൂർ അത്രയും സമയം എടുത്തിട്ടുള്ളൂ. പിന്നെ 150-200 സ്പീഡിലൊക്കെയാണ് വന്നത്. അടിപൊളി റോഡാണ്, ഒരു രക്ഷയില്ലാത്ത റോഡും ഒരു രക്ഷയില്ലാത്ത ട്രാഫിക് സിസ്റ്റമാണ് ഇവിടുത്തെ. പിന്നെ വരുന്ന വഴിക്ക് എൻ്റെ വണ്ടിയുടെ ചെയിന് ഊരിപ്പോയി. 170-ലൊക്കെയാണ് ഊരിപ്പോകുന്നത്. പക്ഷേങ്കിൽ എസ്കേപ്പായി, വലിയൊരു അപകടത്തിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു. പിന്നെ എൻ്റെ ബാക്ക് ബ്രേക്ക്, ഇതിൻ്റെ സിലിണ്ടർ ചൂടായിട്ട് ബാക്ക് ബ്രേക്ക് ഇല്ലായിരുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് അപകടത്തിൽ തരണം ചെയ്തിട്ട് 800 കിലോമീറ്റർ റൈഡ് ചെയ്ത് ഇവിടെ എത്തി. ഒരുപക്ഷെ അതൊക്കെ കൊണ്ടായിരിക്കാം, ആരുടെയൊക്കെ പ്രാർത്ഥന എൻ്റെ കൂടെയുണ്ട് എന്നൊരു തോന്നൽ എനിക്ക് വന്നുകൊണ്ട് കൂടി ആയിരിക്കും ഒരുപക്ഷെ ഞാൻ ചെയ്ത തെറ്റ് എനിക്ക് മനസ്സിലായത് കേട്ടോ. അധികം സെൻറ്റി അടിപ്പിക്കുന്നില്ല, വിടാം നമുക്ക് നേരെ കാഴ്ചകളാണ്. ഇസ്താംബുളിലെ കാഴ്ചകൾ സ്കിപ്പ് ചെയ്യാതെ കാണണേ. നമ്മളിപ്പോൾ ശരിക്കും സ്വാലി വർക്ക് ചെയ്യുന്ന സാലിൻ്റെ ഓഫീസിൻ്റെ അടുത്തുള്ളത്. നമ്മുടെ കൂടെ അതെ നമ്മുടെ ഓസ്ഗുർ ബ്രോ. Hi bro. You say hi. സംഭവം നമ്മുടെ ബൈക്ക് ഇന്നും കൂടി ഉള്ളൂ. ഈ വണ്ടി ഇന്ന് റിട്ടേൺ കൊടുക്കലാണ്, റെൻ്റ് കമ്പനിയുടെ അടുത്ത് റിട്ടേൺ കൊടുക്കലാണ്. ഈ വണ്ടി അങ്ങനെ റെൻറ്റിന് എടുത്ത് നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അത് ഇവിടെ ടൂറിസം പർപ്പസിന് വരുന്നവർ സ്വാലിനെ കോൺടാക്ട് ചെയ്താൽ മതി. ഇവരുടെ കമ്പനിയാണ് എനിക്ക് റെൻ്റ് ബൈക്ക് അറേഞ്ച് ചെയ്യുന്നത്. ബൈക്ക് മാത്രമല്ല കാറുണ്ടല്ലോ, കാറും ഒക്കെ ഉണ്ട് അവരുടെ അടുത്ത്. അപ്പോൾ അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ പോകേണ്ട ലൊക്കേഷൻ കാര്യങ്ങൾ പറഞ്ഞിട്ട് ബാക്കി പ്ലാനൊക്കെ വന്നിരും. നമ്മൾ ഇനി മുതൽ നമ്മൾ കറങ്ങാൻ പോകുന്ന ഇവരുടെ ഒരു വണ്ടിയുണ്ട്, ഒരു കാരവൻ ഉണ്ട്. ഫസ്റ്റ് ഞാൻ കാണിച്ചു തന്നിരുന്നു. മെഴ്സിഡീസിന് ഉള്ളിൽ മറ്റേ ഭയങ്കര സെറ്റപ്പായിട്ട് ആ വണ്ടിയിലിട്ട് കറങ്ങാൻ പോണേ. അപ്പം കാഴ്ചകളും കാണാം, നല്ല യാത്രകളും ചെയ്യാം, ഒരുപാട് ബന്ധങ്ങളും നിലനിർത്താം. VIP. യെസ്, ഞാൻ VIP. മല്ലു ട്രാവലർ VIP. ഞാൻ മുമ്പിൽ നിന്നുള്ളൂ, എൻ്റെ മുത്തിനപ്പുറോ നീ ബേക്കിലിരുന്നോ? ഞാൻ മുമ്പിൽ നിന്നുള്ളൂ എൻ്റെ പ്രോ. സോ ഞാൻ മുമ്പിലിരിക്കുകയാണ്. ഈ വണ്ടി കാണാത്തവരോട് കാണാം, ഒന്ന് ബേക്ക് തുറന്നു നീ. ഇതാണ് ഈ വണ്ടി. ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് ബിസിനസ് സ്യൂട്ട് പോലെ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഫുഡ് ഉണ്ട്, TV ഉണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ നിങ്ങളിപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ, തുർക്കിയിൽ വന്നു കഴിഞ്ഞാൽ ഈ വണ്ടിയിലാണ് നിങ്ങൾ കറങ്ങാൻ പോകുന്നത്. ഐ വിൽ സിറ്റ് ഹിയർ വിത്ത് യു. ഐ ഡോണ്ട് വാണ്ട് ടു സിറ്റ് ബാക്ക് സൈഡ്. Uzgur want to marry Kerala? Yes, want to Kerala. You marry Turkey? You want my marry Kerala? You Turkey marry, okay? Change. വേറെ കാര്യം കൂടി ഉണ്ട്. തുർക്കിയിൽ 2 കല്യാണം കഴിക്കാൻ പറ്റില്ല. രണ്ടാമത് കല്യാണം കഴിച്ചാൽ ഇല്ലീഗലാണ്. കല്യാണം കഴിച്ചാൽ 2 വർഷം അകത്ത് കിടക്കും. മറന്നു പോരുത്, ഇതൊരു ഇസ്ലാമിക് കൺട്രിയാണ്. പക്ഷേ ഇവിടുത്തെ റൂൾ ഉണ്ട്, നിങ്ങൾ രണ്ടാമത് കല്യാണം കഴിച്ച് 2 കൊല്ലം അകത്ത് കിടക്കണം പോലും. നല്ല നിയമമല്ലേ. ഒന്ന് കെട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ സുഖമായിട്ട് ജീവിക്കാം. പിന്നെ ഡിവോഴ്സ് ഒക്കെ ആയിട്ട് നമുക്ക് വേണം വേറെ കേട്ടാ.
നമ്മളങ്ങനെ ഇവിടെ ലൊക്കേഷനിലെത്തി. ഓസ്ഗുർ, ഐ വിൽ സീ യു ലേറ്റർ. ഓക്കെ, ഓ താങ്ക് യു. പറ പിന്നെ സോറി നമ്മളിപ്പോൾ ഇല്ല പറ. നമ്മൾ സുൽത്താൻ അഹമ്മദ് ഇസ്താംബുളിലെ കേരള അപ്പുറം പ്രായ ആളുടെ അടിക്കണ്ട കൂടി. അപ്പറ എവിടെ ഇല്ല പറ. നമ്മൾ സുൽത്താൻ അഹമ്മദ് ഏരിയയിലാണ് എത്തിയിട്ടുള്ളത്. സുൽത്താൻ അഹമ്മദ് ഏരിയ. ഓക്കെ, എന്താ ഇവിടെ ഇല്ലേ? ഇവിടെ തോപ്കാപ്പ മ്യൂസിയം, അതുപോലെ തന്നെ ബ്ലൂ മോസ്ക്, പിന്നെ അയാ സോഫിയ ഒക്കെ ഉള്ളത് ഈ ഏരിയയിലാണ്. അയാ സോഫിയ ഒക്കെ ഉണ്ട്. ഓക്കെ ഫൈൻ. അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്ന ഈ പരിപാടികളല്ല അല്ലേ? ഫൈൻ. ഞാനതിൽ ഈ ഒരു ജാക്കറ്റ് എടുത്തേ കാണാൻ പിടിച്ച തടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സംഭവം ഇതിൻ്റെ ഉള്ളിൽ ഓൾറെഡി 2-3 ഡ്രസ്സ് ഉണ്ട്. ഇത് പിടിച്ചിട്ടോ, 2-3 ഡ്രസ്സ് ഓൾറെഡി ഉള്ളിലുണ്ട്. പക്ഷേ സ്റ്റിൽ എന്താ പറയുക, കൂടി ഇടാണ്ട് പിന്നെ ഇപ്പം കുറച്ചുകൂടി മഞ്ചായി ലോകികളെ. ഇതാണ് നമ്മൾ നടക്കുന്ന ഏരിയ. നല്ല വൃത്തിയുണ്ട്, നിറച്ചും എന്താ പറയുക ടൂറിസ്റ്റുകൾ വരേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ ഇല്ല. പിന്നെ ഇവിടെ കണ്ടോ വലിയൊരു സാധനം അടുത്ത സൈഡ്. ശരിക്കും ഇത് റോമൻ കാലഘട്ടത്തിലെ ഇവിടെ ഉള്ളതാണ്. അതായത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓർമേഡിക്കിലെറ്റ്സ് കോളം ഓഫ് കോൺസ്റ്റന്റൈൻ പോർപ്പിയർ. ഏത് ഭാഷയാണിത്? 10th CAD. അടിപൊളിയായിട്ട് നല്ല ഭാഷയായിട്ടോ അത്. അപ്പോൾ ഇത് ശരിക്കും ഈ റോമൻ കാലഘട്ടത്തിൽ അറിയില്ല, കുതിര സവാരി ഉണ്ട്. കുതിര സവാരി എന്നാൽ അന്ന് ഭയങ്കര ഫേമസ് അല്ലേ, പണ്ടത്തെ ആൾക്കാരുടെ വാഹനമല്ലേ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു ഏരിയയാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ മാത്രം അവശേഷിക്കുന്നുണ്ട് റോമൻ കാലഘട്ടത്തിലുള്ളത്. ഇവർ ശരിക്കും അത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു തുർക്കി സീരീസ് ഒരുപാട് ഹിസ്റ്റോറിക്കൽ സാധനങ്ങൾ കണ്ടിരുന്നു. പറ ഇനി നമ്മൾ കാണാൻ പോകുന്ന ഈ മ്യൂസിയത്തിൻ്റെ പ്രത്യേകത എന്താ? നമ്മൾ കാണാൻ പോകുന്നത് ലോകത്തെ ഏറ്റവും വലിയ ഇസ്ലാമിക് മ്യൂസിയമാണ് തോപ്കാപ്പ മ്യൂസിയം. തോപ്കാപ്പ മ്യൂസിയം. ഓക്കെ. അതായത് ഈ തോപ്കാപ്പ മ്യൂസിയം എന്ന് പറഞ്ഞാൽ അത് ഓട്ടോമൻ രാജാക്കന്മാരുടെ കൊട്ടാരമാണ്. ഓക്കെ. ഈ തുർക്കി എന്ന് പറഞ്ഞത് 5 പതിറ്റാണ്ട് കാലം ഏഷ്യ, യൂറോപ്പ്, അതുപോലെ തന്നെ ആഫ്രിക്ക രാജ്യങ്ങളിൽ പരന്നു കിടന്ന വലിയൊരു ഭൂപ്രകൃതിയായിരുന്നു. ഓക്കെ. അപ്പോൾ അന്നത്തെ കാലത്തെ രാജാക്കന്മാർക്ക് ഇവരുമായിട്ട് ഇവരുമായിട്ടൊക്കെ നല്ല ബന്ധം ഉണ്ടായതുകൊണ്ട് ഒരുപാട് അമൂല്യ ശേഖരണങ്ങൾ ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പിന്നീട് തുർക്കി ഭരണകൂടം ഇവിടെ വരുന്ന സഞ്ചാരികൾക്ക് ഒരു വിരുന്നായിട്ട് വെച്ചതാണ് ഈ തോപ്കാപ്പ മ്യൂസിയം എന്ന് പറയുന്നത്. ഒരുപാട് അമൂല്യ ശേഖരങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് നേരിട്ട് കാണാം. ഓക്കെ. അതുപോലെ പണ്ട് കാലത്തെ സുൽത്താൻമാർക്ക്, ഈ തുർക്കിയിലെ സുൽത്താൻമാർക്ക് ലോകത്തെമ്പാടുമൊന്നും ഈ പല രാജ്യങ്ങളിലെ സ്പെഷ്യൽ സാധനങ്ങളില്ലേ. ഇപ്പോൾ ഞാനിപ്പോൾ ആൻറ്റിക് പീസ് കളക്ട് ചെയ്യുന്നതിൽ ആൻറ്റിക് പീസ് കളക്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അന്ന് അവർ കളക്ട് ചെയ്ത് കൊണ്ടുവച്ച സാധനങ്ങളാണിത്. ഇപ്പം ഇസ്ലാമിക ചരിത്രം നോക്കുവാണെങ്കിൽ മുഹമ്മദ് നബിയുടെ അല്ലെങ്കിൽ ഫാത്തിമ ബീബിയുടെ അല്ല ഇവരുടെയൊക്കെ വസ്ത്രങ്ങൾ, വാളുകൾ, പിന്നെ ഇസ്ലാമിക ഇപ്പം അലി റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ വാളുകൾ ഒരുപാട് ഒറിജിനലാണ് ഇവിടെ ഉണ്ട്. അതൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. പിന്നെ ചില സ്ഥലത്തൊന്നും ക്യാമറ ഇല്ല, ബട്ട് സ്റ്റിൽ നമുക്ക് നോക്കിയിട്ട് ഹാൻഡിൽ ചെയ്യാം അല്ലേ? ഓക്കെ. ഷാക്കിർ ഭായ്, ഇതാണ് നമ്മുടെ ബ്ലൂ മോസ്ക് എന്ന് പറയുന്നത്. ഓക്കെ. സുൽത്താൻ അഹമ്മദ് രണ്ടാമൻ പണി കഴിപ്പിച്ച ലോകത്തെ ചക്രവർത്തിമാരുടെ പള്ളി എന്ന് പറയുന്ന ബ്ലൂ മോസ്ക് ആണ്. ബ്ലൂ മോസ്ക് എന്ന് പേര് പറയാൻ കാരണം അതിൻ്റെ ഉള്ളിൽ മാർബിൾ, ബ്ലൂ കളറിലുള്ള മാർബിൾ കൊണ്ട് പണി കഴിപ്പിച്ചത് കൊണ്ടാണ്. ഇപ്പോൾ അതിൻ്റെ ഇന്നോവേഷൻ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. നമുക്കിപ്പോൾ അതിനുള്ളിൽ കയറാം. നമുക്ക് കയറാലോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ ടൂറിസ്റ്റ് ലൊക്കേഷൻസ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അകത്ത് കയറാം. പിന്നെ ഇവിടെ ഡ്രസ് കോഡ് ഉണ്ട്. അകത്ത് കയറുമ്പോൾ ഒരു പള്ളിയായതുകൊണ്ട് തന്നെ ഹാഫ് ട്രൗസറൊന്നും ഇടാൻ പാടില്ല. ഇങ്ങനെ മറച്ചുകൊണ്ടുള്ള വസ്ത്രങ്ങൾ മാത്രം ഇടാൻ പാടില്ല കേട്ടോ. അതുപോലെ തലയിൽ ഇങ്ങനെ തൊപ്പി അങ്ങനെ ഇടാൻ പാടില്ല. പിന്നെ ലെഗിൻസ് ടൈപ്പ് ഡ്രസ്സുകൾ ഇടാൻ പാടില്ല. ഇവിടെ കൊടുത്തിട്ടുണ്ട്. കാരണം ഇതൊരു ഇസ്ലാമിക് പള്ളിയാണ്. അപ്പം അവരുടെ വിശ്വാസങ്ങൾക്ക് അനുസരിച്ചിട്ട് ഉള്ള വസ്ത്രങ്ങൾ മാത്രമേ നമ്മൾ ധരിക്കാൻ പാടുള്ളൂ. ഇവിടെ മാത്രമല്ല, ഞാൻ മുമ്പ് മലേഷ്യ പോയപ്പം മലേഷ്യയിൽ ഒരു പള്ളിയിൽ പോകുമ്പോൾ ഞാൻ മറ്റേ ട്രൗസർ ആയതുകൊണ്ട് ഞാൻ കുർത്തിയൊക്കെ മറ്റേ എന്താ പറയുക കന്തൂരൊക്കെ ഇട്ട് അകത്തേറായിരുന്നു. ഫൈൻ. നമുക്ക് ഉള്ളിലത്തെ കാഴ്ചയാണ്. നടക്കുമ്പോൾ നിലത്തുണ്ട്, വലിയ ടൈൽസൊക്കെയാണ് ഉള്ളത്. അതെ, ഇവിടെ സ്മോക്കിംഗ് ഒന്നും പാടില്ല. പള്ളി നേരത്തെ കാണിച്ചില്ല, പണിതുകൊണ്ടിരിക്കുന്നുണ്ട്. പണിയാൻ വേണ്ടിയിട്ട് കവറിങ്ങിന് വെച്ച് ഈ ഒരു തുണി ഉണ്ടോ, തുണിയുടെ മുകളിൽ ഇവർ ഫോട്ടോ വരച്ചിട്ടുണ്ടോ? അമേസിങ് ആയിട്ടുണ്ട് ആ ഡിസൈൻ അല്ല. ഇതൊക്കെ വലിയ സംഭവങ്ങളാണ്. ഇവരെങ്ങനെ വെച്ചാൽ അകത്ത് കയറുമ്പോൾ ഇവിടുന്ന് പ്ലാസ്റ്റിക് എടുക്കുക. പ്ലാസ്റ്റിക് കിട്ടും. നമ്മൾ കൊനിയിൽ നമ്മൾ കണ്ടത് പ്ലാസ്റ്റിക് എടുത്ത് കാലിനിടലായിരുന്നു. ഇവിടെ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ കവർ എടുത്തിട്ട് ഷൂസ് എടുത്ത് പ്ലാസ്റ്റിക്കിലിടുക. എന്നിട്ട് നമ്മൾ കയ്യിൽ തൂക്കി എടുക്കുക കേട്ടോ. ഓരോ പള്ളിയിലും ഓരോ ടൈപ്പിൽ വരുന്നത്. പക്ഷേ ഷൂ ഇടാൻ പാടില്ല, അതാണ് മെയിൻ കാര്യം. ഇതും ഒരു പള്ളിയാണ്. ഇവിടെ സ്ത്രീകൾക്കൊക്കെ പ്രവേശനമുണ്ട്. അതുപോലെ ജാതി മത ഭേദമന്യേ എല്ലാവർക്കും പ്രവേശനമുണ്ട്. അത് കുറച്ച് ഡീറ്റെയിൽസ് പറയാം. അതേപോലെ ഇത് ഈ പള്ളിൻ്റെ പണി കഴിപ്പിച്ച ഹിസ്റ്ററി നമ്മൾ പോകുന്ന തോപ്കാപ്പ മ്യൂസിയത്തിൽ 8 വാള്യങ്ങളായിട്ട് വിശദീകരിച്ച് പിടിച്ചിട്ടുണ്ട്. പത്രക്കും പ്രാധാന്യമുള്ളതാണ്. പിന്നെ ഇതിൻ്റെ ചുമരുമുളകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഖുർആൻ സൂക്തങ്ങളും അതുകൊണ്ട് അലങ്കരിച്ച അങ്ങനെ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു പള്ളിയാണ് ബ്ലൂ മോസ്ക് എന്ന് പറഞ്ഞത്. ഇതിൻ്റെ മുകൾ ഭാഗം നമുക്ക് കാണാൻ പറ്റില്ല, വർക്ക് നടക്കുന്നതുകൊണ്ട് അതിൻ്റെ മുകൾ ഭാഗം ബ്ലൂ കളർ കണ്ടിട്ടുണ്ട്. ഈ ബ്ലൂ കളർ ടൈൽ ഉപയോഗിച്ചത് കൊണ്ടാണ് പിന്നെ ബ്ലൂ മോസ്ക്. ഇവിടെ നീല കളർ ഈ ടൈൽസ് അല്ലേ? ഓക്കെ.
ഓക്കെ ഫൈൻ. ഇപ്പോൾ നിസ്കാരങ്ങളുണ്ട് ഇവിടെ. ഇത് ഒറിജിനൽ ടൈൽസ് അല്ലേ? ഞാൻ വെച്ചത്. ഓക്കെ ഫൈൻ. ഇതങ്ങനെ വെച്ചത് ഇത്. ഓക്കെ. പിന്നെ ഇവിടെ റിനോവേഷൻ നടക്കുന്നതുകൊണ്ടാണേ. ഇവിടെ ഇപ്പം ഇതിന് വർക്ക് നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. എല്ലാ സ്ഥലത്തും പണി നടന്നുകൊണ്ട്. ഇതിൻ്റെ ഒരു മിനാരത്തിലേക്ക് പോകുന്ന ഈ ഒരു ഇത് കണ്ടോ? ഇതിനൊക്കെ വലിപ്പം നോക്കിയേ. ഇവിടെ കഅബയുടെ ഒരു പഴയ ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്. ഇത് സുൽത്താൻ മുഹമ്മദ് രണ്ടാമൻ്റെ കാലഘട്ടത്തിലാണ് ഈ ഒരു പള്ളി പണിതിട്ടുള്ളത്. ഇതാണ് ഇമാമ് നിസ്കാരം നേതൃത്വം കൊടുക്കുന്ന ആൾ നിൽക്കുന്ന സ്ഥലമാണത്. അതുപോലെ ഇവിടെ നമുക്ക് മിമ്പർ കാണാൻ പറ്റും. മിമ്പർ എന്ന് വെച്ചാൽ ഇപ്പോൾ ജുമുഅ നമസ്കാരത്തിൻ്റെ സമയത്തൊക്കെ എല്ലാവരും കാണാൻ വേണ്ടി കുറച്ച് ഉയരത്തിൽ നിൽക്കും. നമ്മുടെ നാട്ടിലെ കുറച്ച് ഹൈറ്റ് കുറച്ചിട്ടാണ്, ഇത് നല്ല ഹൈറ്റ് കൂടുതൽ. അപ്പോൾ അവിടെ ഒരു തുണിയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. നിസ്കരിക്കുന്ന സമയത്ത് മാത്രം അത് ഓപ്പൺ ആക്കും. നമുക്ക് മനസ്സിൽ എത്ര വലിയ വിഷമങ്ങളുണ്ടെങ്കിലും ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വരുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടും. അത് ഓരോ ആൾക്കാരുടെ വിശ്വാസങ്ങൾക്ക് അനുസരിച്ചിട്ട് അവരവരുടെ ആരാധനാലയങ്ങളിൽ പോകുമ്പോൾ അവർക്കത് കിട്ടും. അതുപോലെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 70 മീറ്ററോളം ഉയരമുള്ള 6 തൂണുകളാണ്. ഇതാണ് ഈ പള്ളിയുടെ വേറൊരു പ്രത്യേകത. 1606 1616 ഇടയിലാണ് ഈ പള്ളിയുടെ പണി കഴിപ്പിച്ചത്. ഈ 6 മീറ്റർ അതാണ് ഈ പറഞ്ഞ തൂണ്. അതെ. അയ്യോ, ഇതൊന്ന് സംഭവം എത്ര വലിപ്പമുണ്ട്. ഇസ്താംബുൾ വരുന്നവർക്ക് ഇവിടെയൊക്കെ പ്രവേശനം സൗജന്യമാണ്. ഇവിടുന്ന് പ്രത്യേകിച്ച് ടിക്കറ്റോ പൈസയോ കാര്യങ്ങളൊന്നുമില്ല. എല്ലാവർക്കും പ്രവേശനം സൗജന്യം കേട്ടോ. ഇതുവഴിയാണ് നമ്മൾ എൻ്റർ ചെയ്തത്. നമുക്ക് ഇതുവഴി നമുക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റും. ഇതൊരു തൂണാണ്. ഇതൊരു തൂണാണ് നമ്മളീ കാണുന്നത്. ആ തൂണിൻ്റെ ഉള്ളിൽ വെള്ളത്തിൻ്റെ ഒരു സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വെള്ളം വരാൻ വേണ്ടിയിട്ട് അത് ആ വെള്ളം പോകാൻ വേണ്ടി ഇവിടെ കുത്തിയിട്ടിട്ടുണ്ട്. ഇതൊക്കെ മാർബിളോ ഗ്രാനൈറ്റോ ആണ്. ഒരു അമേസിങ് കേട്ടോ പണ്ട് കാലത്തെ എന്ന് പറയുമ്പോൾ. അതിൻ്റെ ഫോർമേഷൻ ഈ ഏരിയ മുഴുവനും അല്ല, കോമ്പൗണ്ട് മൊത്തം, ഈ പള്ളിയുടെ ഈ കോമ്പൗണ്ട് മൊത്തം ഇവിടെ ഒരു ഫോർമേഷൻ ഉണ്ട്. ഇവിടെ ചില്ലുംകൂട്ടിലുണ്ട്. പള്ളിയുടെ ഔട്ട് സൈഡാണ് ഉണ്ടോ. ഊഫ്, ഭീമാകാരമായൊരു പള്ളി കേട്ടോ. നമ്മളിപ്പോൾ ഇവിടെയാണ് വന്നത്. ഇപ്പോൾ ഇതിൻ്റെ അകത്തൂടെ നമ്മൾ കയറിയിട്ട് ഇതിൻ്റെ അകത്തൂടെ എക്സിറ്റായി. പിന്നെ ഇവിടെ പണി നടക്കുന്നതുകൊണ്ടാണ് ശരിക്കും അങ്ങനെ എല്ലാവർക്കും എല്ലാ സമയത്തും പ്രവേശനമുണ്ട്. ടൂറിസ്റ്റുകൾക്കൊക്കെ ചില സമയത്ത് അവർ ക്ലോസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ശരിക്കും നമുക്ക് ബ്ലൂ മോസ്കിൻ്റെ ഫുള്ളായിട്ട് വ്യൂ കിട്ടും. പക്ഷേ അവിടെ ഒരു പനിയുള്ളതുകൊണ്ടാണ് ഞങ്ങൾക്കിത് മറിഞ്ഞ് കാണിക്കുന്നത്. ഇതാണ് വ്യൂ എന്ന് പറയുന്നത്. ഇതാണോ മറ്റേ മ്യൂസിയം അതിൻ്റെ ബാക്ക് ലൈറ്റാണ്. ഓക്കെ. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡാണ് മ്യൂസിയം വരുന്നത്. ഇത് ഹയാ സോഫിയ ആണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഹയാ സോഫിയ ആണ്. ഹയാ സോഫിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഭയങ്കര ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആട്ടോ അല്ലേ? നമുക്ക് ഏതെങ്കിലും ഇപ്പോൾ ബാങ്ക് കൊടുക്കുന്നത് കേട്ടിട്ട് നമുക്ക് അവിടെ പോകാം. അവിടെ നിന്ന് ഞാൻ ഏതെങ്കിലും സാരീനോട് ചോദിക്കാം എന്താണ് ഹയാ സോഫിയ എന്നുള്ളത് കേട്ടോ. ഹയാ സോഫിയയിൽ ബാങ്ക് വിളിയാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. തുർക്കിയുടെ താജ്മഹൽ എന്ന് പറയുന്നത്. ഓക്കെ, കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്ന ഇസ്താംബുൾ, റോമൻ്റെ തലസ്ഥാനമായ കോൺസ്റ്റാന്റിനസ് രണ്ടാമൻ പണി കഴിപ്പിച്ച ഒരു ചർച്ചയായിരുന്നത്. ബേസിക്കലി ഏത് കാലഘട്ടത്തിൽ പണി കഴിപ്പിച്ചത്? 6-ാം നൂറ്റാണ്ടിൽ, ആഫ്റ്റർ ക്രിസ്തു 6-ാം നൂറ്റാണ്ട്, 1400 വർഷങ്ങൾക്ക് മുമ്പ്. അതിനുശേഷം ഇത് അവരുടെ കാലത്തിന് 1483 ഉസ്മാനിയ ഖിലാഫത്ത് ഇവരെ പിടിച്ചടക്കിയതിന് ശേഷം അതൊരു മ്യൂസിയം, അത് പള്ളിയായി. ശേഷം പക്ഷെ അത് ഉസ്മാനിയ ഖിലാഫത്ത് പിടിച്ചടക്കിയ ശേഷവും ഞാൻ കേട്ടിടത്തോളം അവർ പൈസ കൊടുത്തിട്ട് ഇത് വാങ്ങിയതാണ്
അങ്ങനെ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതിലേക്കൊന്നും ഇസ്രയേലിലേക്ക് നമ്മൾ കിടക്കേണ്ട. ഇതിൻ്റെ പേരിൽ ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. പല വിവാദങ്ങൾക്കും വഴിതിരിക്കുന്നത് കൊണ്ട് നമുക്ക് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ച് പോകാതിരിക്കുന്നത് നല്ലത്. പിന്നീട് മാസങ്ങൾക്ക് ഇങ്ങപ്പുറം പോർത്തുഗാലിൻ്റെ ഭരണമാണ് ഇപ്പോൾ തുർക്കിയിൽ നടക്കുന്നത്. വീണ്ടും അതൊരു പള്ളിയാക്കി മാറ്റി ഇപ്പോൾ നമസ്കാരങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ ചർച്ച ആയതുകൊണ്ട് നമ്മളതിൽ ഒരു പോയിന്റ് മിസ്സായി. അപ്പം ഈ കോൺസ്റ്റന്റൈൻ്റെ അടുത്തുനിന്ന് പിടിച്ചടക്കിയിട്ട് അപ്പം ക്രിസ്ത്യൻ പള്ളിയായിരുന്നു. പിടിച്ചടക്കിയ ശേഷം അതിനുശേഷം അത് മുസ്ലിം പള്ളിയായി മാറി. പിന്നീട് എന്തായത്? മുസ്ലിം പള്ളി കാലങ്ങൾക്ക് പിന്നീട് ശേഷം അതൊരു മ്യൂസിയം ആക്കി മാറ്റി. പിന്നെ അതിനുശേഷം ഇവർ തുർക്കിയ പള്ളിയാക്കി മാറ്റിയെങ്കിലും പിന്നെ ഇപ്പോഴും ആ ഒരു പള്ളിയുടെ ആ ചർച്ചിൻ്റെ പല ഫോട്ടോകളും അവരുമായി ബന്ധപ്പെട്ട പല ശേഷിപ്പുകളും അവർ കീപ്പ് ചെയ്യുന്നുണ്ട്. നിസ്കാര സമയത്ത് അത് മറിച്ച് അത് കീപ്പ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോഴും ഒരുപാട് ക്രിസ്തീയ സഹോദരങ്ങൾ ഇവിടെ കാണാനും വിസിറ്റ് ചെയ്യാനൊക്കെ വരുന്നത് കൊണ്ട് അവർക്കത് തുർക്കി ഗവൺമെൻറ് അത് ശേഷിപ്പായിട്ട് ഇപ്പോഴും അത് നശിപ്പിക്കാതെ കീപ്പ് ചെയ്തിട്ടുണ്ട്. അവരോട് ആ റിലീജിയനോടുള്ള റെസ്പെക്റ്റ് പോലും. അപ്പോൾ ആ രൂപത്തിലൊക്കെ ഗവൺമെൻറ് ഇതിനെ സൂക്ഷിക്കുന്നുണ്ട്. അപ്പോൾ തുർക്കിയുടെ ശില്പചാരുതയുടെ ഒരു സൗന്ദര്യമാണ് ഹയാ സോഫിയ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ലോകത്തുള്ള എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് തുർക്കിയുടെ ഹൃദയഭാഗമായ ഇസ്താംബുളിലെ ഈ സുൽത്താൻ അഹമ്മദ് ഏരിയയിലാണ് ഇത് നിലകൊള്ളുന്നത്. ഫൈൻ. അപ്പോൾ നമ്മളേതായാലും ഇന്നിപ്പോൾ പോയതിനകത്ത് കയറി ഞാനൊന്നും കൂടി പറഞ്ഞു, ഞാൻ ഒരിക്കലും ഹിസ്റ്ററി ഒന്നും പറഞ്ഞില്ല. നമുക്ക് അകത്ത് കയറി വാക്ക് അറൗണ്ട് ചെയ്യാൻ നിസ്കാരമൊക്കെ കാണും. കാരണം മതപരമായും ചരിത്രപരമായും ഒരുപാട് അഭിപ്രായ ഭിന്നതകളുള്ള ഒരു കെട്ടിടം ഇത്. അപ്പം ഞാൻ കാണിച്ചു തരാം. ബാക്കി നിങ്ങളുടേതായ അറിവിലൂടെ നിങ്ങളത് മനസ്സിലാക്കി കേട്ടോ. ഓക്കെ, സോറി ബ്രോ, ഉള്ളി പോവാം. ഇത് എൻട്രൻസ് ആയത്, പള്ളിയിലെ അകത്തേക്ക് കയറാൻ എൻട്രൻസ് ആയത്. ഇവിടെ കൊടുത്തിട്ടുണ്ടോ ഹയാ സോഫിയ പള്ളിയാക്കി മാറ്റിയതിനു ശേഷമുള്ള ബോർഡ് കേട്ടോ. ആറാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ചൊരു പള്ളിയാണ്. ഇപ്പം മുസ്ലിം പള്ളി ആയതുകൊണ്ട് അവിടെ വുളു എടുക്കാൻ വേണ്ടിയിട്ടുള്ള കുളവും പൈപ്പൊക്കെ അവിടെ അടച്ചായിട്ട് കൊടുത്തിട്ടുണ്ട്. ആൾക്കാരൊക്കെ അവിടെ നിസ്കരിക്കുന്നുണ്ട്. ഇത് വിസിറ്റേഴ്സിന് പോകാനുള്ള സ്ഥലമാണ്. എൻട്രൻസിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെ ചുമര കണ്ടാൽ മനസ്സിലാവും, ഹിസ്റ്ററിയൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ അകത്തേക്കാണ് പോകുന്നത്. പറന്നു പോരും. നമ്മൾ പോകുന്ന ഹയാ സോഫിയ അകത്താണ്. അവിടെ ഒരു ക്രിസ്ത്യ അല്ലേ, അപ്പോൾ ക്രിസ്ത്യൻ മതവിശ്വാസികളുടെ ഉണ്ണിയേശുവിൻ്റെ ഒരു ഇതൊക്കെ അവിടെ ഉണ്ണിയേശുവിന് ഗിഫ്റ്റ് കൊടുക്കുന്ന ആൾക്കാർ, അതാണ് അതിൻ്റെ ഒരു രൂപം കേട്ടോ, തീം. ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 6-ാം നൂറ്റാണ്ടിലൊരു ക്രിസ്ത്യൻ ചർച്ചായിരുന്നു. കാലങ്ങൾ കഴിയുന്നതനുസരിച്ച് ഭരണങ്ങൾ മാറി വന്നപ്പോൾ ഇത് ചർച്ചായി, പിന്നെ മ്യൂസിയമായി, പിന്നെ ആദ്യം പള്ളിയായി. ഹയാ സോഫിയൻ്റെ ഉൾവശമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടെ കയറാൻ പറ്റില്ലേ? ഓക്കെ, ഇങ്ങനെ പോയിട്ടില്ല. പക്ഷെ മുമ്പോട്ട് പോയിട്ട് ഉള്ളിലേക്ക് വരും. എല്ലാ മതവിശ്വാസികളും കയറാൻ പറ്റുമോ? ടൂറിസ്റ്റ് പ്ലേസ് ആണല്ലോ. ഇത് പ്രേ ടൈമാണ്. പ്രേ ടൈം നിസ്കരിക്കാനുള്ള സൗകര്യം എല്ലാത്തിനും ബൈക്കിലുണ്ട്. നമുക്ക് നിസ്കരിക്കാൻ പറ്റില്ല ഇരിക്കുന്നതിൽ. അപ്പോൾ നമുക്ക് നിസ്കരിക്കാം. നമുക്കിവിടെ ഷൂസ് ഇവിടെ വെക്കാം. അകത്ത് കയറിനടുത്ത് നമ്പർ പോയി കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ എൻ്റെ നമ്പർ എന്ന് പറഞ്ഞത് 89. അപ്പോൾ അവിടെ വെച്ചു. ഇനി നമ്മൾ അകത്തേക്കാണ് കയറാൻ പോകുന്നത്. ഓക്കെ, ഇതിനിപ്പുറം നമുക്ക് ഷൂസ് അലോഡില്ല, ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്. ഹയാ സോഫിയ പള്ളിയുടെ ഉൾവശമാണ് നമ്മൾ കാണുന്നത്. ഓ, അമേസിങ്. ഓക്കെ, എത്ര വർഷമായിരുന്നു പള്ളിയാക്കി മാറ്റിയിട്ട്? പള്ളിയാക്കി കുറഞ്ഞ മാസങ്ങളായിട്ടുള്ളൂ. നാട്ടിലൊരുപാട് മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയ ഒക്കെ ഒരുപാട് ചർച്ച ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ ഞാനിനി കറക്റ്റായിട്ട് ഉൾവശം കാണിച്ചു കേട്ടോ, അതിൻ്റെ മുക്കും മൂലയും. ഓക്കെ, ഇപ്പോൾ നമ്മൾ കയറി കഴിഞ്ഞാൽ ഇവിടെ മാർബിളിൻ്റെയും ഗ്രാനൈറ്റിനും ഒക്കെ വലിയ ചുമരുകളാണ്. ശരിക്കും നമ്മുടെ നാട്ടിൽ ആർക്കിടെക്റ്റിനൊക്കെ പഠിക്കുന്ന സ്റ്റുഡൻസിനാണെങ്കിൽ അവർക്ക് ഒരുപാട് പഠിക്കാനുണ്ട് കേട്ടോ ഈ ഒരു ബിൽഡിങ്ങിനെ പറ്റിയിട്ട്. ഇത് അവർക്ക് റെഫറൻസ് ആയിട്ട് വരുന്നതാണ്. ഓക്കെ, പിന്നെ ഇവിടെ ഈ ലൈറ്റ് തൂക്കിയിട്ടുണ്ട്. ഹൈറ്റൊന്നുമില്ല, ഒരു മനുഷ്യൻ്റെ തല മുട്ടാനുള്ള ആ ഒരു ഹൈറ്റിലുള്ളൂ കേട്ടോ. ഒരുപാട് ലൈറ്റുകളുണ്ട്. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 6-ാം നൂറ്റാണ്ടിലാണ് ഇത് നിർമ്മിച്ചതെന്ന് പറഞ്ഞത്. അപ്പം നമ്മൾ ആ ഒരു കപ്പഡോക്കിയുടെ നമ്മൾ കണ്ട ക്രിസ്ത്യൻ കേജുകളും ആ ഒരു സമയത്തുള്ള
മീൻസ് ക്രിസ്ത്യൻ വീടുകളൊക്കെ ഇല്ല, അതും ആ ഒരു സമയത്തുള്ള കേട്ടോ. നിസ്കാരത്തിൻ്റെ സമയത്ത് അവിടെ മറച്ചു വെക്കുക. അവിടെ മറിയം ബീവിൻ്റെ അവരെ ഫോട്ടോ കണ്ടില്ലേ? ഓക്കെ അത് മറച്ചു വെക്കും. ഓക്കെ, അവിടെ മുകളിൽ ഇപ്പം ക്രിസ്ത്യൻ ചർച്ച ആയതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻ റിലേറ്റഡ് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരെന്ന് വെച്ചാൽ നിസ്കരിക്കുന്ന സമയത്ത് അത് അവർ മറച്ചു വെക്കണം കേട്ടോ, കവറപ്പ് ചെയ്യും. ഇതൊരു ചർച്ച ആയതുകൊണ്ട് തന്നെ അവരെ സിമ്പിൾ അവർ കീപ്പ് ചെയ്തിട്ട് ഇതൊരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആയിട്ടും ഒരു മ്യൂസിയം ആയിട്ടും ഇപ്പോഴും അല്ലെങ്കിൽ അത് മായ്ച്ചു കളയായിരുന്നു. പക്ഷേ പ്രയർ ടൈമിന് അത് അവർ മറിച്ചിട്ട് അവരോട് റെസ്പെക്റ്റ് ചെയ്തിട്ടാണ് ഇപ്പോഴും ഈ ഹയ സോഫിയ കണ്ടിന്യൂ ചെയ്യുന്നത്. ഒരിക്കലും തകർത്തിട്ടോ അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നശിപ്പിച്ചിട്ടൊന്നുമല്ല, അതുകൊണ്ട് തന്നെ കീപ്പ് ചെയ്യുന്നുണ്ട്. പുറത്ത് നമ്മൾ എൻട്രൻസ് ചെയ്തപ്പോൾ കാണാം. ഞാൻ ഇപ്പോൾ കാണിച്ചു കൊടുത്തിരുന്നു. ശരിയാ, അത് ശരി. ഇതിൻ്റെ മുകളിൽ ചുമർ ചിത്രങ്ങളൊക്കെ കണ്ടാൽ മനസ്സിലാവും. വാവ്, ഇതെന്താ സംഭവം! ഇത് ഒരു പള്ളിയോ അമ്പലമോ മ്യൂസിയമോ, പക്ഷേ ഈ ബിൽഡിങ്ങില്ലേ ആർക്കിടെക്ട് എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ലാത്ത ആർക്കിടെക്റ്റാണ്. ളുഹർ നമസ്കാരത്തിന് സമയമായി. ഏതായാലും നമ്മൾ നിസ്കരിക്കട്ടെ, നിസ്കരിച്ച് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. ഓക്കെ. ഇനി നമ്മൾ മുകളിലെ കാഴ്ച കാണിച്ചു തരാം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തുർക്കിയുടെ താജ്മഹലാണ് ഹയ സോഫിയ എന്ന് പറയുന്നത്. ഒരുപാട് ആൾക്കാർ വരാൻ ആഗ്രഹിക്കുന്നൊരു സ്ഥലമാണ്. നിങ്ങൾക്കും വരാൻ കേട്ടോ. അങ്ങനെ വരാൻ പറ്റാത്തവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നിസ്കാരം കഴിഞ്ഞിട്ടുള്ള ഇതാണ് അവിടെ കേൾക്കുന്നത്. ഈ ബിൽഡിങ്സൊക്കെ നിങ്ങൾ ഡോറിൻ്റെയൊക്കെ ഒരു വലിപ്പം കണ്ടോ. പിന്നെ ഇവിടെ സ്ത്രീകൾക്കൊക്കെ പ്രവേശനമുണ്ട്. സ്ത്രീകൾക്കൊക്കെ കയറാം, ഇവിടം വരെ കയറാം. അങ്ങോട്ട് കയറുന്നുണ്ട് സ്ത്രീകൾ, പ്രശ്നമൊന്നുമില്ല കേട്ടോ. എൻ്റെ ഇതല്ലോ വായ്പെന്നറിയാം. നേരത്തെ ഞാൻ പറഞ്ഞിട്ടില്ല, ഇതിൻ്റെ കല്ല് എന്ന് പറയുന്നത് ജോയിൻ്റ് ഇവിടെ ഉരുട്ടി കൊടുത്തിട്ടുണ്ട്. ഇവരിങ്ങനെ ഈ ഒരു ഭാഗത്തോട്ട് ജോയിൻ്റ് ഉരുട്ടി കൊടുത്തിട്ടുണ്ടോ? അത് മേലെയുള്ള ജോയിൻ്റ് ഉണ്ടേ, കാണിച്ചു തരാം. വൗ, സൂപ്പറല്ലേ? നിലം കണ്ടോ? നമ്മളിപ്പോൾ താറപ്പോൾ ഇതിൻ്റെ മുകളിലേക്കുള്ള നടക്കുന്നത്, അല്ലാത്ത സ്ഥലം കണ്ടോ നേരം ഇങ്ങനെയുള്ളത്. ഓക്കെ, ഇതിൻ്റെ ഡോറിൻ്റെ വലിപ്പം കണ്ടോ? വളരെ വലിയ ഡോറാണ്. ഒരു 1, 2, 3 ആളെ ഹൈറ്റ് ഉണ്ട്. നിലവിലത്തെ തലമുറയുടെ 3 ആളെ ഹൈറ്റാണ് ഈ ഡോറ് വന്നിട്ട്. എല്ലാ ഡോറും അതെ. അവിടുത്തെ ആ ഡോറും ഒക്കെ വലിപ്പം കൂടുതലാണ്. ഇതിന് ടോപ്പ് ഉണ്ടോ നിങ്ങൾ? ചെരുപ്പിടാമോ? 86 കേട്ടോ ചെരുപ്പം കൂടെ. 86, 89. വാവ്, 89. ഞാൻ ഇന്നെ പരീക്ഷയാണ്, ആൾക്ക് അറിയാം. ചെരുപ്പ് പോയി മോനെ, അടിച്ചു മാറ്റിപ്പോയി. അടിച്ചു മാറ്റി പോയി. അപ്പുറം പോയി നോക്കിയാ നമ്മൾ അതിലെ കൂടി അപ്പുറത്തെ കൂടെ. ഹലോ, എന്താടാ ഇത്? ചിരി നോക്കാൻ വേണ്ടി വന്നിട്ട്. ചെരുപ്പ് പോയ സന്തോഷത്തിലുള്ള ചിരി കേട്ടോ. ഇവിടെയുണ്ട്. കാരണം നമ്മൾ ആ ഒരു ചെരുപ്പ് അയച്ചു നോക്കാൻ നോക്കില്ല, അത് ഇവിടെയുണ്ട്. ഫസ്റ്റ് ഫ്ലോർ കയറാൻ വേണ്ടിയിട്ടുള്ളത് ഇവിടെയാണ്. പക്ഷെങ്കിൽ അത് അൺഫോർച്ചുനേറ്റ്ലി അത് അവർ ക്ലോസ് ആക്കി കേട്ടോ. അയ്യോ, ക്ലോസ് ആക്കിയടാ. ഇല്ലടാ, ഓപ്പൺ ഇല്ലടാ.
സ്കൂട്ടി. ഇതിലൊക്കെ ഉള്ള എൻട്രൻസ് വരുന്നത്. ഇവിടെ യേശു ക്രിസ്തുവിൻ്റെ അതുപോലെ കന്യാമറിയത്തിൻ്റെ ഒക്കെ ഫോട്ടോസൊക്കെ ഉണ്ട്. മുകളിലുണ്ട് കേട്ടോ, ചുമർ ചിത്രങ്ങൾ ഇപ്പോഴും മുകളിലുണ്ട്. ക്ലോസോ? ആഹാ, നമുക്കത് കാണാനല്ലേ ഭാഗ്യമില്ല കേട്ടോ. പക്ഷെ എന്താ ഇത് കണ്ടില്ലേ അല്ലേ? ഭാഗ്യമില്ലാന്നും പറയണ്ട, നമുക്കിത് കണ്ട് ഇതാണ് ഏറ്റവും വലിയ ഭാഗ്യമാണ് നേരിട്ട് കാണാനും. ആഫ്റ്റർ ഈദ് തുറക്കും. ഇനിയോ 2 മാസം കഴിഞ്ഞ് തുറക്കും പോലും. എല്ലാവരും ഹാപ്പി അല്ലേ? സംഭവം അയോ സോഫിയ കവർ ചെയ്യണമെന്ന് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്. അതാണ് ഞാൻ കവർ ചെയ്തത്. ഇതാണ് അയോ സോഫിയയുടെ ഉൾവശം എന്ന് പറയുന്നത്. കുറച്ചും കൂടി ഹിസ്റ്ററി അറിയണോ? പിന്നെ ഇത് പറഞ്ഞാൽ തന്നെ 6-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഒരു പള്ളിയാണ്. ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നുപോയ ഒരു പള്ളിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഓവർ ഇതിനെപ്പറ്റി പറയാത്തത്. കാരണം അത് ഒരു പക്ഷേ പൊളിറ്റിക്കലി ആയിക്കോട്ടെ അല്ലെങ്കിൽ മതപരമായിട്ടൊക്കെ ഒരുപാട് ആൾക്കാർക്ക് ചിലപ്പോൾ വിഷമിപ്പിക്കും. കാരണം എല്ലാവരും കാണുന്നത് ഓരോരോ കാഴ്ചപ്പാടിലൂടെയാണ് ഓരോ സ്ഥലങ്ങളിൽ. അപ്പം എന്നാലും ഞാൻ അതുകൊണ്ടാണ് പറയാത്തത്. ഈ സ്ഥലം ഞാൻ കാണിച്ചിടാം, ബാക്കി നിങ്ങളേതായാലും നിങ്ങളുടെ ഒരു ഇതിൽ നിങ്ങൾ ചെയ്തോ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് തൊക്കാപ്പെ മ്യൂസിയമാണ്. തൊക്കാപ്പെ, യെസ്, തോപ്കാപ്പെ മ്യൂസിയം. യെസ്, അതാണ് തോപ്കാപ്പെ മ്യൂസിയം എന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഈ മൂന്നും ഒരു കോമ്പൗണ്ടിനുള്ളിലാണ്. നിങ്ങൾക്ക് ഇവിടെ കയറാൻ പറ്റില്ല, ഇവിടെ ഒന്നും കയറാൻ പറ്റിയ ടിക്കറ്റ് കാര്യങ്ങളൊന്നും വേണ്ട. പിന്നെ അല്ല, ഒരു കിലോമീറ്റർ ചുറ്റളവില്ല, മൊത്തം ഒരു 500 മീറ്റർ ചുറ്റളവിലാണ് ഈ എല്ലാ കാര്യങ്ങളും ഉള്ളത്. അപ്പോൾ വന്നിട്ട് കണ്ടിട്ട് പോവാം. ഓക്കെ, ഡ്രാമാണ് ഇവിടുത്തെ ഡ്രാമാണ് കണ്ടോ. നമ്മൾ ജസ്റ്റ് ഒരു ഷവർമ കഴിക്കാൻ വേണ്ടി ഒരു സൈഡിൽ വന്നു. അപ്പോൾ കണ്ട കാഴ്ച നല്ല രസമില്ല കാണാൻ. ഭയങ്കര എന്താ പറയുക, ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ലാത്തൊരു കൺട്രിയാണ് തുർക്കി എന്ന് പറയുന്നത്. നേരിട്ട് കണ്ട് ഇതാ ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ലാത്ത കൺട്രി ആയിട്ട്. ബ്ലൂ മോസ്ക് അവിടെ ഉണ്ട്. ഹയ സോഫിയ നമ്മുടെ ഫ്രണ്ടിലുണ്ട്. വാവ്, അവിടെയാണ് നമ്മൾ പറഞ്ഞ ആ ഒരു മ്യൂസിയം ഉള്ളത്. പിന്നെ നമ്മുടെ ഇടതുവശം കാണുന്നത് ഹയ സോഫിയ ആണ്. ഇവിടെ കണ്ടോ, ഇതൊരു എൻട്രൻസ് ആണ്. ഇതിപ്പോൾ ക്ലോസ് ആണ്. പിന്നെ ഇവിടെ കടകളും ഒക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് സൂവനീഴ്സും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് വാങ്ങാൻ പറ്റും. ഇതിൻ്റെ മുകൾ വശം കണ്ടോ നിങ്ങൾ? നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ മിഡിൽ വശമാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ക്രിസ്ത്യൻ കാലഘട്ടത്തിൽ ഉണ്ടായത്. പിന്നീട് ഇസ്ലാം ഭരണാധികാരികൾ ഇത് പള്ളിയാക്കിയപ്പോൾ അത് എക്സ്പാൻഡ് ചെയ്യുകയാണ് ചെയ്തത് കേട്ടോ. അത് മുകളിൽ വശം കണ്ടോ. അതുപോലെ വേറെ കാര്യം ഇവിടെ കണ്ടോ, എല്ലാ സ്ഥലത്തും പോലീസുകാരൊക്കെ ഭയങ്കര ടൈറ്റ് സെക്യൂരിറ്റീസ് ആണ്. ഇവിടെ ടൂറിസ്റ്റ് ഏരിയ ആണ്, എന്നാലും പോലീസുകാരൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. ഇത് ആരത് ഉണ്ടാക്കിയത് എനിക്ക് മനസ്സിലായി. കാണോ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ ഉണ്ടോ. ആർക്കിടെക്റ്റിന് പഠിക്കുന്ന കുട്ടികൾ വെറുതെ അല്ല അവർക്ക് ഇതൊക്കെ പഠിക്കാൻ വേണ്ടി കൊടുക്കുന്നത്. കാരണം ഇത് എവിടുന്നല്ലോ എന്തൊക്കെയോ ഭീമലം വന്നിട്ട് പോകുന്നുണ്ട്. ഇതെന്തോ സംഭവം എന്ന് മനസ്സിലാകുന്നില്ല. ആ കാലഘട്ടത്തിലൊക്കെ അവർ അത്രയ്ക്ക് സിൻസിയറായിട്ട് അവരൊരു പള്ളി പണിയണം അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ പള്ളി പണിയണം എന്ന വിധത്തിൽ അവർ പണിതായിരിക്കും. അപ്പോൾ അവർ ദൈവത്തിന് വേണ്ടി നിർമ്മിക്കുമ്പോൾ എല്ലാവരും അത് സിൻസിയറായിട്ട് ചെയ്യും. നമ്മൾ കാണാൻ പോകുന്നത് വളരെ എന്താ പറയുക, അത്രക്കും സ്പെഷ്യൽ പ്ലേസിലൊക്കെയാണ് പോകുന്നത്. അവിടെ തോക്കേന്ത്യ സെക്യൂരിറ്റീസൊക്കെ ഉണ്ട്. കാരണം ടോപ്കാപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക പ്രശസ്തമായ ഒരു മ്യൂസിയം കേട്ടോ. ഇതൊക്കെ നോക്കി നിങ്ങൾ, ഈ ബിൽഡിങ്ങിൻ്റെ ഒക്കെ ടോപ്പ് ഉണ്ടോ. അയ്യോ, മ്യൂസിയം ക്ലോസ് ആയിപ്പോയി കേട്ടോ. കുഴപ്പമില്ല, നമുക്ക് നാളത്തെ എപ്പിസോഡ് കാണാം. ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ പിന്നെ ഔസോപ്പിയും അതുപോലെ നമ്മൾ ബ്ലൂ മോസ്കും കണ്ടില്ലേ. നാളെ നമുക്ക് ഏതായാലും ഈ ടോപ്കാപ്പി മ്യൂസിയം നമുക്ക് നടക്കണം അല്ലേ? അല്ലേ? യെസ്, നാളത്തെ എപ്പിസോഡ് അത് കാണാം. വേറെ എന്താ പറയുക, ഒരുപാട് തന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന് എല്ലാവരും ഈസി ഫെയർ ആപ്പ് പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. എല്ലാവരും ഡൗൺലോഡ് ചെയ്യുക. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഈസി ഫെയർ എന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ. നമ്മുടെ തുർക്കിയിൽ ഒരുപാട് ഫുഡ് ബ്ലോഗും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ഒരു എപ്പിസോഡിൽ ഞാൻ പറഞ്ഞത് കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. ഒരുപാട് തന്നെ സപ്പോർട്ട് ചെയ്യുന്നു. നല്ല നല്ല വീഡിയോസുമായിട്ട് നാളത്തെ എപ്പിസോഡ് കാണാം. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.